അറിഞ്ഞ് സ്പന്ദനമറിഞ്ഞ് കാര്യം ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനം വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള പ്രഖ്യാപനം വരുന്നത് വരെ ഉത്തരേന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലെ മാധ്യമങ്ങളിലൊന്നും അത്ര സുപരിചിതമായ ഒരു പേരായിരുന്നില്ല. സംഘടനാ സംവിധാനത്തിൽ സുപരിചിതനായിരുന്നു. കാര്യം അദ്ദേഹം RSSൽ തുടങ്ങി BJPയിലെത്തി, യുവമോർച്ചയിലെത്തി, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനുമായി പ്രവർത്തിച്ചു. ഒടുവിൽ അച്ഛൻ്റെ കാൽപാത പിന്തുടർന്ന് MLA ആകുന്നു. പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. 5 വട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചു, 5 വട്ടവും വിജയമായിരുന്നു. മന്ത്രിയായി പൊതുമരാമത്തും റോഡ് നിർമ്മാണവും നിയമവും അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായി. പക്ഷേ ഏറെക്കുറെ ബീഹാറിലും യുവമോർച്ചയിലും സംഘടനാ സംവിധാനത്തിലും ഒതുങ്ങി നിന്നിരുന്ന നിതിൻ നബീനെ പെട്ടെന്നാണ് ദേശീയ ശ്രദ്ധയിലേക്ക്, ദേശീയ ലൈംലൈറ്റിലേക്ക്. 45 വയസ്സും മാത്രമാണ്, 45 വയസ്സ് മാത്രം ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ആ സമയത്താണ് ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല വളരെ കൗതുകകരമായിരുന്നു കാഴ്ച. ഭയങ്കര ഇമോഷണൽ ചില മൊമെൻറ്റ്സ് ആയിരുന്നു. അദ്ദേഹത്തെ പ്രസിഡൻ്റായി വാഴിച്ച ആ നിമിഷങ്ങൾ, ആ സ്ഥാനം ഏറ്റെടുത്ത സമയം മുതിർന്ന നേതാക്കൾ, അതായത് പിതൃതുല്യരായ നേതാക്കൾ, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, സാക്ഷാൽ നരേന്ദ്രമോദി എന്നിവർ വരുന്നു, കസേര വലിച്ചിട്ട് കൊടുക്കുന്നു, ഇരുത്തുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് BJPയിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു സംഘടനയിൽ, ഈ ഒരു സംസ്കാരത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന, തസ്തികൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു കാലത്ത്, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കാലത്ത് ഒരു അടുത്തയാളെ കണ്ടെത്തുന്നു, വളരെ സുഗമമായുള്ള അധികാര കൈമാറ്റം നടത്തുന്നു, അല്ലെങ്കിൽ തസ്തിക കൈമാറ്റം നടത്തുന്നു. അതിനുശേഷം മുതിർന്നവരെല്ലാവരും കൂടി വന്നു നിന്ന് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നത് സംവിധാനമനുസരിച്ച്, സംസ്കാരമനുസരിച്ച് ഇനി എൻ്റെയും കൂടി ബോസ് ആണെന്ന് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു. തികഞ്ഞ വിനയത്തോടുകൂടി, യാതൊരു ബഹളവുമില്ലാതെ അദ്ദേഹം വളരെ കൃത്യമായി ഫോക്കസ്ഡായി പ്രവർത്തനം ആരംഭിക്കുന്നു. അതിൻ്റെ പടിയായി ഇവിടെ എത്തുന്നു. എന്തായാലും രേഷ്മ ചേരുന്നുണ്ട് ശൃംഗേരി കാലടി മഠത്തിൽ നിന്ന്. രേഷ്മ, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഹ്രസ്വ സന്ദർശനമാണ് എന്നാണ് മനസ്സിലാകുന്നത് അല്ലെ? ഇന്നലെ രാത്രി രേഷ്മ തന്നെ അദ്ദേഹം പ്രാന്ത കാര്യാലയം, RSSൻ്റെ പ്രാന്ത കാര്യാലയം സന്ദർശിച്ച വാർത്ത രേഷ്മ തന്നെ തത്സമയം റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ ഡോക്ടർ ജിയുടെ പ്രതിമയിൽ ഹാരാർപ്പണം ചെയ്തു. അതിനുശേഷം മുതിർന്ന കാര്യകർത്താക്കളെ, മുതിർന്ന പ്രചാരകരെയൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം ഹോട്ടലിലേക്ക് മടങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ എന്തൊക്കെയാണ് ശൃംഗേരി മഠത്തിലെ പരിപാടികൾ? അദ്ദേഹം എപ്പോഴത്തേക്കാണ് അവിടെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത്? രേഷ്മ. മോർണിംഗ്. കാലടി ശൃംഗേരി മഠത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ ഏകദേശം 7:30 സമയമാണ്, 7:30 മണിക്കാണ് നിതിൻ നബീൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാലടി ശൃംഗേരി മഠം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദിശങ്കരൻ്റെ ജന്മഭൂമി, ആദിശങ്കരൻ്റെ ജന്മസ്ഥലം. അവിടേക്ക് BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കടന്നു വരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കേരള സന്ദർശനത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുണ്യസ്ഥലം കൂടിയാണ്, തീർത്ഥാടന കേന്ദ്രമാണ് ഈ ശൃംഗേരി മഠം. അതുകൊണ്ട് തന്നെ വലിയ ഏറെ പ്രസക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന്. നേരത്തെ പ്രദീപ് പിള്ള പറഞ്ഞതുപോലെ തന്നെ ഒരു ഹ്രസ്വ സന്ദർശനമാണ്, അതായത് അല്പസമയം മാത്രമായിരിക്കും നിതിൻ നബീൻ ഈ ശൃംഗേരി മഠത്തിൽ ചെലവഴിക്കുക. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോകും. അവിടെ വിവിധ പരിപാടികളുണ്ട്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ എറണാകുളത്തെ അല്ലെങ്കിൽ കേരളത്തിലെയുള്ള സന്ദർശനത്തിൽ വലിയ രീതിയിലുള്ള ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും അണികൾക്കും അതോടൊപ്പം തന്നെ BJP സംഘടനാ സംവിധാനത്തിനും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയേറെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് BJPക്ക് സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം അണികൾക്കും പ്രവർത്തകർക്കും നൽകിയിട്ടുണ്ട്. ഇന്നലത്തെ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അതിൻ്റെ ശൈലിയൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. ബലിദാനികളെ സ്മരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത്. അതുമാത്രവുമല്ല, ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ പ്രവർത്തന രീതി ഏത് വിധത്തിലാണ്, PFIയുടെയൊക്കെ കേന്ദ്രമായിട്ട് കേരളം മാറുന്നു എന്നുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലത്തെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടിയാണ് കാലടി ശൃംഗേരി മഠത്തിൽ സന്യാസ ശ്രേഷ്ഠരെ സന്ദർശിക്കുക, ഒപ്പം തന്നെ ശൃംഗേരി മഠം സന്ദർശിക്കുക എന്നുള്ളത്. ഇവിടെ മഠത്തിലെ സന്യാസ ശ്രേഷ്ഠരുമായിട്ട് അദ്ദേഹം അല്പസമയം ചെലവഴിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം തൃശ്ശൂരിലേക്ക് പോവുക. ഔദ്യോഗിക പരിപാടികൾ അവിടെയാണ് ആരംഭിക്കുന്നത്. 2ാമത്തെ ദിവസത്തെ കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വരവാണ്
BJP ദേശീയ അധ്യക്ഷനായതിനു ശേഷം നിതിൻ നബീൻ്റെ ആദ്യത്തെ കേരള സന്ദർശനമാണ് ഇന്നലെയും ഇന്നുമായിട്ട് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രസക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രധാനപ്പെട്ട സംഘടനാ സംവിധാനം ഏത് വിധത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹം അണികൾക്കും അതോടൊപ്പം തന്നെ പ്രവർത്തകർക്കും നൽകിക്കഴിഞ്ഞു. എന്തായാലും 7:30 കൂടി അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ എത്തി അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തും. അതിനുശേഷം സന്യാസ ശ്രേഷ്ഠരെ കാണും. അതിനുശേഷമായിരിക്കും നേരെ തൃശ്ശൂരിലേക്ക് പോവുക. അവിടുത്തെ ഔദ്യോഗിക പരിപാടികൾ ഒക്കെ തന്നെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. നേരത്തെ ക്രമീകരിച്ച സമയം എന്ന് പറയുന്നത് 7:30 അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. നേരത്തെ പ്രദീപിള്ള സൂചിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. ഇന്നലെ അദ്ദേഹം RSSന്റെ പ്രാന്ത കാര്യാലയമായ മാധവനിവാസിൽ എത്തിയിരുന്നു. 8:15 രാത്രി 8:15 ഇന്നലെ അദ്ദേഹം മാധവനിവാസിൽ എത്തിച്ചേർന്നത്. ഏകദേശം 3/4 മണിക്കൂറോളം അദ്ദേഹം മാധവനിവാസിൽ ചെലവഴിച്ചു. മുതിർന്ന RSS പ്രചാരകവുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. സേതുമാധവൻ, അതോടൊപ്പം തന്നെ MA കൃഷ്ണൻ സാറ്, ഉമാകാന്തേട്ടൻ, അങ്ങനെ നിരവധി പേരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അതുമാത്രമല്ല, പ്രാന്ത തലത്തിലുള്ള വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെ കാര്യകർത്താക്കളൊക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഡോക്ടർ ജിയുടെ അർദ്ധകായ പ്രതിമയിൽ പുഷ്പഹാരം നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം എല്ലാവരെയും കണ്ടത്. എന്തായാലും നിതിൻ നബീന്റെ കടന്നുവരവിനായിട്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും ശൃംഗേരി മഠത്തിൽ. രേഷ്മ ബാബുവാണ് കൊച്ചി കാലടി ശൃംഗേരി മഠത്തിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണവുമായി എത്തിയത്.